മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പുളിയില ചമ്മന്തി വിത്ത് ഫിഷ്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി മെയിൻ ആയിട്ടും ഫിഷ്, ചെറിയ ഫിഷ്, കൊഴുവയാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. കൊഴുവയ്ക്ക് പകരം ചെറിയ മത്തി അല്ലെങ്കിൽ ചാള എന്നും ചില സ്ഥലങ്ങളിൽ പറയും. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കൊഴുവ ചെറിയ കൊഴുവാണെങ്കിൽ അത് മുഴുവനോടെ ഇടാം. ഇത് കുറച്ച് വലിപ്പമുള്ള കൊഴുവ ആയതുകൊണ്ട് അത് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തുവെങ്കിലേ മീൻ നല്ലവണ്ണം വേഗത്തുള്ളൂ. അങ്ങനെ കട്ട് ചെയ്തെടുത്ത കൊഴുവ ഇതൊരു 150 ഗ്രാം ഉണ്ട്. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇത് 150 ഗ്രാം. മറ്റൊരു ഇൻഗ്രീഡിയൻസ് ഒരു 2 വലിയ സ്പൂൺ നിറച്ചും തേങ്ങ തിരുമിയത്, ഒരു ചെറിയ ടീസ്പൂണാണ് ഉപ്പ് നമുക്ക് 1 ടീസ്പൂൺ എടുത്ത് ഫൈനലി അതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് ഇനിയും വേണമെന്ന്. ഒരു ചെറിയ കാന്താരി മുളകാണ് ഇത്. ഒരുപാട് എരിവുള്ളതല്ല ഈ കാന്താരി, കുഴപ്പമില്ല. ഇത് ഒരു 10ഓളം ചെറിയ കാന്താരിയുണ്ട്. പിന്നെ ഒരു പിടി പുളിയില, അതായത് കിളുന്ന ഇലയാണ് വേണ്ടിയത്, വാളംപുളിയുടെ കിളുന്ന ഇല. അതുപോലെ ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും. ഇത്രയും മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരണം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ചെറിയ സ്പൂൺ കോക്കനട്ട് ഓയിലും വേണം. ഇത്രയും മതി ഇതിനേക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ മിക്സിയിലെ തേങ്ങയും പുളിയിലയും കാന്താരിയും ഉള്ളിയും ഉപ്പും ചേർത്ത് അരച്ചെടുത്തിട്ട് വന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ ആ അരച്ചെടുത്ത മിക്സിലേക്ക് ഫിഷുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇലയിൽ കനം കുറച്ച് പരത്തി എടുത്തിട്ട് മൺചട്ടിയിൽ ഒരു ഇല ആദ്യം ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഇല ഡയറക്റ്റ് വെക്കുവാണെങ്കിൽ അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് അടിയിൽ ഒരു ഇല ഇട്ടിട്ട് ഇനിയും ഈ ഇല വെച്ച് ഇനി ഇതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ഇലയിട്ട് കമർത്തി ചെറു തീയിൽ ഇരുന്ന് ഇത് വേകണം. ഇനി ഇടയ്ക്ക് ഈ മുകളിൽ അടച്ചിരിക്കുന്ന ഇലയൊന്ന് തുറന്ന് നോക്കണം ഇത് വെന്തോന്ന്. അപ്പോൾ ഇത് ചെറിയ തീയിലിരുന്ന് എത്ര സമയം എടുത്തു വേകാനുള്ളത് ഞാൻ ഫൈനലിൽ പറയാം. അപ്പം നമുക്ക് ഇത് വേകാൻ വേണ്ടി വിടാം. ഇങ്ങനെ മീനും ആ പുളിയിലെ എല്ലാം കൂടെ ഉള്ള അരപ്പില് ആ മീൻ കിടന്ന് ചെറുതായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരു ഇല എടുത്ത് ഇത് അടച്ചു കൊടുക്കും. ഓരോ 2 മിനിറ്റിലും ആ അടച്ചിരിക്കുന്ന മുകളിൽ അടച്ച ഇല തുറന്ന് നോക്കി ഇതിൻ്റെ മൂപ്പ് നോക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. കരിഞ്ഞു പോകാതെ ചെറു തീയിലിട്ട് ഇത് ചുട്ടെടുക്കണം. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇനി നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഇതാണ് പുളിയില ചുട്ടതിൻ്റെ ഫൈനൽ സ്റ്റേജ്. പുളിയില അരച്ചതിൽ ചെറിയ കൊഴുവ അരിഞ്ഞിട്ട് ചട്ടിക്കകത്ത് ചുട്ടെടുത്തതിൻ്റെ ഫൈനൽ സ്റ്റേജാണിത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയും ചക്കയും ഒക്കെ വേവിച്ചതിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പം 150 ഗ്രാം കൊഴുവയും ഞാൻ കാണിച്ച അത്രയും പുളിയിലയും തേങ്ങയെല്ലാം കൂടെ കൂട്ടി അരച്ചതിൽ 2 ഇലയിൽ ചുട്ടെടുത്തു. ഒരു ഇലയിൽ ചുട്ടെടുത്തത് ഇതാണ്. ഇനിയും മറ്റൊരു ഇലയിൽ ചുട്ടെടുത്തതിൻ്റെ ഇതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക് യു ഓൾ.